ടോക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ദിവ്യ നാരായണൻകുട്ടിയാണ്. സ്വാഗതം ഡോക്ടർ. സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിഷ്യൻ ആണ് നമ്മുടെ മിലേനിയം ഹോസ്പിറ്റലിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കുട്ടികളിലെ വയറിളക്കം അല്ലെ, അക്യൂട്ട് ഡയറിയ ഇൻ ചിൽഡ്രൻ. അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ, നമുക്കറിയാം ഇത് കുട്ടികളെ കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരിക്കും എല്ലാ കാര്യത്തിലും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് വയറിളക്കം, അവിടെ തുടങ്ങാം. ഓക്കെ, വയറിളക്കം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗലക്ഷണമാണ്. അത് നമ്മൾ കൂടുതലും കാണുന്നത് അണ്ടർ 5 ഏജ് ഗ്രൂപ്പ്, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ്. നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ നമ്മുടെ സെക്കൻഡ് കോമൺ കോസ് ഓഫ് ഡെത്ത് എന്നും കൂടി നമ്മൾ പറയും. അപ്പോൾ അത് മെയിനായിട്ടും എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ ടൈംലി മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ അത് ഡെത്തിലേക്ക് പോവാം എന്നുള്ളത് കൊണ്ടാണ് കോമണസ്റ്റ് കോസ് ഓഫ് ഡെത്ത് എന്നും കൂടി പറയുന്നത്. അണ്ടർ 5 മോർട്ടാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് ചോദിക്കുമ്പം ഇപ്പോൾ ഒരു ദിവസത്തിൽ 3 തവണ കൂടുതൽ വയറിളക്കമായിട്ടോ അല്ലെങ്കിൽ ഒരു ലൂസ് സ്റ്റൂൾസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളതിനെ ഡയറിയ എന്ന് ഡിഫൈൻ ചെയ്യും. അപ്പോൾ അതുമാത്രമല്ല, അതിൻ്റെ കൂടെ ഫ്രീക്വൻസി ഒരുപാട് തവണകളായിട്ട് പോകുമ്പോഴും പിന്നെ അതിൻ്റെ ഈവൻ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ട് പോകുമ്പം അത് കുട്ടികളിൽ നമ്മൾ ഡയറി ആയിട്ടാണ് പറയുന്നത്. നമുക്ക് അക്യൂട്ട് ഡയറി ഉണ്ട്, ക്രോണിക് ഡയറി ഉണ്ട്. അക്യൂട്ട് ഡയറിയ അതിൻ്റെ ഡ്യൂറേഷനിലാണ് നമ്മൾ പറയുന്നത്. 14 ഡേയ്സിൽ കുറവുള്ള ടൈം പീരീഡിൽ ഡ്യൂറേഷനിൽ വരുന്നതിന് നമ്മൾ അക്യൂട്ട് എന്ന് ഡിഫൈൻ ചെയ്യും. ആൻഡ് മോർ ദാൻ 14 ഡേയ്സിൽ നമ്മളതിന് ക്രോണിക് ഓർ പെർസിസ്റ്റൻറ്റ് ഡയറിയ എന്നും പറയും. അപ്പം നമുക്ക് ഈസിലി ഇത് ടൈംലി ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ തെറപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മാനേജ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഈ വയറിളക്കം വരുന്നതിന് കാരണങ്ങൾ എന്താണ് ശരിക്കും? നമുക്ക് പല കാരണങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് നമ്മുടെ അണുബാധ, ഇൻഫെക്ഷൻസിൽ തന്നെ നമുക്ക് വൈറലുണ്ട്, ബാക്ടീരിയൽ ഉണ്ട് ആൻഡ് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ വൈറൽ കോമണസ്റ്റ് ആയിട്ട് കാണുമ്പോൾ ഒരു 70 to 80% വൈറൽ കോസസ് ആണ്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും റോട്ട വൈറൽ ഡയറി ഉണ്ട്. പിന്നെ അതല്ലാതെ വേറെ വൈറൽ ഓർഗാനിസംസ് ലൈക്ക് ആസ്ട്രോ വൈറസ്, പിന്നെ നമ്മുടെ അഡിനോ വൈറസ്, അത് എൻട്രിക് എന്ന് പറയുന്ന നമ്മുടെ ഗട്ട്, അതിൽ വരുന്ന അഡിനോ വൈറസും കോസ് ചെയ്യും. നമ്മൾ എല്ലാവരും കേൾവിപ്പെട്ടിട്ടുള്ളത് റോട്ട വൈറസ് ആയിരിക്കും. അതല്ലാതെ നമ്മുടെ ബാക്ടീരിയൽ കോസസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു 10 to 20% ആണ് ബാക്ടീരിയൽ കോസസ്. അതിൽ നമുക്ക് ഈക്കോളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്, ഷിഗെല്ല ഉണ്ട്, സാലമോണ, നമ്മുടെ ടൈഫോയിഡ് ഫീവർ, അത് സാലമോണ ഉണ്ട്. പാരസൈറ്റിക്കിൽ വരുന്നത് അത് അമീബ എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് ഓർഗാനിസം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അമീബിക് ഡിസെൻട്രിയും ഡയറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഡിസെൻട്രിയിൽ നമ്മൾ ബ്ലഡ് ഇൻ സ്റ്റൂൾ, അതിനാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് അമീബ, പിന്നെ ചില ബാക്ടീരിയൽ ആയിട്ടുള്ള ഡയറിയയിൽ അത് കോമൺ ആയിട്ട് കാണും. അത് അതിൻ്റെ പ്രസൻറ്റേഷൻ, ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ അങ്ങനെയാണ്. ഇത് നമ്മുടെ ഇൻഫെക്ഷൻ ആയിട്ട് കോസസ് ആണ്, ഇൻഫെക്ഷ്യസ് കോസസ്, അണുബാധ. അതല്ലാതെ ചില സമയത്ത് നമ്മൾ ചില മെഡിസിൻസ്, എസ്പെഷ്യലി ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാലും ഡയറിയ നമുക്കുണ്ടാവും. ഇപ്പോൾ ചില പേഷ്യൻസ് ആൻറ്റിബയോട്ടിക് കോഴ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചില മെഡിസിൻസ് ഡയറിയ കോസ് ചെയ്യും. അതുകൂടാതെ നമ്മളൊരു 2 years താഴെയുള്ള കുട്ടികളിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് ലാക്ടോസ് ഇൻടോളറൻസ്. അപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുമ്പം ഒരു വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ചില സമയത്ത് നമ്മുടെ ഗട്ട് ഒരു ലാക്ടോസ് എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റിലേക്ക് തൽക്കാലം ടെമ്പററി ആയിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ ആ സമയത്ത് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ആ ഒരു പീരീഡിലേക്ക് നമ്മൾ ലാക്ടോസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ്സ് ഫ്രീ ആയിട്ടുള്ളത് കൊടുക്കുക. ഇപ്പോൾ കുട്ടികൾ ചിലപ്പോൾ നമുക്ക് ഫോർമുല എടുക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളിൽ നമ്മൾ ലാക്ടോസ് ഫ്രീ ഫോർമുലാസ് നമ്മൾ ആ ഒരു പീരീഡിലേക്ക് അതൊന്ന് സെറ്റിൽ ആവുന്ന വരെ നമുക്ക് യൂസ് ചെയ്യാം. യെസ്, ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുട്ടികളിൽ ഉണ്ടാകുന്ന വയറിളക്കം എന്ന് പറയുമ്പോൾ കുട്ടികളിൽ മരണകാരണത്തിനുള്ള ഒരു റീസണിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട രോഗം തന്നെ പറയാം നമുക്ക് വയറിളക്കത്തിന്. അതും അണ്ടർ 5 ഏജ് ഗ്രൂപ്പിൽ, അണ്ടർ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ ഏറ്റവും, എനിക്ക് തോന്നുന്നു കൂടുതലും പാരന്റ്സും അതിലാണ് കൂടുതൽ ബോധേഡ് ആവുന്നത് അല്ലേ. വയറിളക്കം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് വൈറൽ ഫീവർ പോലെ തന്നെ, അങ്ങനെ ഇപ്പോൾ സ്കൂളിൽ പോവുകയാണെങ്കിലും ഇപ്പം ഒരേ വാഷ്റൂം യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ
അത് വരാം. പിന്നെ നമ്മൾ ഫുഡ് ആൻഡ് വാട്ടർ കണ്ടാമിനേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സ്പ്രെഡ് വളരെ ഫാസ്റ്റ് ആണ്. അപ്പോൾ ഒരു ഫാമിലിയിൽ തന്നെ വരാം. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കഴിച്ചു, അല്ലെങ്കിൽ ചില സമയത്ത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ ഒരാൾക്ക് വന്നാൽ മതി. ചിലപ്പോൾ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഡേ കെയർ സെറ്റിംഗിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾസിൽ അങ്ങനെയാണെങ്കിലും ഈ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ റോട്ട വൈറസ് ഒക്കെ ഒരു സീസണൽ ആയിട്ട് ഇപ്പോൾ ആർക്കെങ്കിലും വന്നാൽ അത് പെട്ടെന്ന് അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് പോകും അല്ലേ? യെസ്. അപ്പോൾ ഇത്തരം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു രോഗമാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഇതിപ്പോൾ എന്തൊക്കെയായിരിക്കും കുട്ടികളിൽ വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ ഡയറിയ അത് എന്തായാലും ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഫീവർ, ചില ഇതിൽ ഫീവേഴ്സ് ഉണ്ടാവും. ഫീവർ യൂഷ്വലി 1 to 2 days സെറ്റിൽ ആവുന്നതാണ്. പിന്നെ നമ്മുടെ വോമിറ്റിംഗ്, അപ്പോൾ വോമിറ്റിംഗ്, നല്ല ഛർദിയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഡയറിയ തുടങ്ങുന്നതിന് മുന്നേ ഛർദി ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. അതൊന്നും നമ്മൾ ലക്ഷണങ്ങൾ പറയുന്നതിന് നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ദിവ്യ, ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പറഞ്ഞോളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ ഡയറിയെ കുറിച്ചിട്ടാണല്ലോ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പം കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഡയറി വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ഇപ്പം വയറിളകി പോകുമ്പോൾ അല്ലെങ്കിൽ ലൂസായിട്ട് പോകുമ്പോൾ നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ORS കഴിക്കാറുണ്ട്, പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം എന്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഈ ORS ഇപ്പം റെഡി ടു ഡ്രിങ്ക് ഉണ്ട് നമുക്ക്, അത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്? കറക്റ്റായിട്ട് ആർക്കും അറിയില്ല. ഒറ്റ ഇതിലാണോ അത് കൊടുക്കേണ്ടത്, അതോ കുറേശ്ശെയാണോ, എങ്ങനെയാണ് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ. ORS ആണ് നമ്മുടെ ഡയറിയയുടെ മെയിൻ സ്റ്റേറ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അല്ലെങ്കിൽ തെറാപ്പി, അത് നമുക്ക് ഈസിലി ഈവൻ ഓവർ ദ കൗണ്ടർ കിട്ടുന്ന ഒരു ഇത് തന്നെയാണ്, മെഡിസിൻ അല്ല, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് നമുക്ക് സാഷേ ഫോമിലുണ്ട് ആൻഡ് നമുക്ക് റെഡി ടു ഡ്രിങ്ക് ആയിട്ടുള്ള ജ്യൂസ് ഫോമിലും ഉണ്ട്. ടെട്രാ പാക്ക് ഇവിടെ UAE-ലൊക്കെ അത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അതിലെല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് അതിൽ അവർ ചെയ്തിട്ട് ഒരു പൗഡർ ഫോമിൽ അത് വരുന്നത്. അപ്പോൾ നമുക്ക് കുഞ്ഞു പാക്കറ്റ്സ് ഉണ്ട്, അതിൽ മിക്സ് ചെയ്യുന്ന വാട്ടറിലാണ് നമുക്ക് ആ ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ 200 ml വാട്ടറിൽ മിക്സ് ചെയ്യാനുള്ളതുണ്ട്, നമുക്ക് 1 liter വാട്ടറിൽ മിക്സ് ചെയ്യാനുള്ളതുണ്ട്. അപ്പം നമ്മളത് ആ പാക്കറ്റിൻ്റെ ഡയറക്ഷൻസ് അനുസരിച്ച് തന്നെ അതേ രീതിയിൽ തന്നെ നമ്മളത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഓരോരോ ഡയറിയ എപ്പിസോഡ് കഴിയുമ്പോഴും നമ്മൾ കുഞ്ഞിന് ഈ ORS സൊല്യൂഷൻ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ആൻഡ് വൺസ് അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ 24 hours വിതിൻ 1 day നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ നമ്മളത് ഡിസ്കാർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് ഞാൻ ചോദിച്ചത് ആ ഒരു 1 sachet എടുത്തു കഴിഞ്ഞാൽ അത് എത്ര ടൈംസ് ആയിട്ട് കൊടുക്കണം, ഒറ്റ അടിക്ക് കൊടുക്കണം? അല്ല, നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പൊ 1 liter എന്തായാലും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പല ഇന്റർവെൽസിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. 200 ml നമുക്ക് യൂഷ്വലി നമ്മൾ പറയുന്നത് കുട്ടികളുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇപ്പോൾ ഒരു 1 year താഴെയുള്ള കുട്ടികൾ ആണെങ്കിൽ, ഒരു 6 months താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് 50 ml ഒക്കെ ഓരോരോ എപ്പിസോഡിലും നമുക്ക് കൊടുക്കാം. അതേസമയം നമ്മളൊരു 2 years താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മളൊരു 100 to 150 ml. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 200-250 ml ഒക്കെ ഓരോരോ ടൈമിൽ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞാൽ അത് പല റെഡി ടു അത് നമ്മൾ പുറത്ത് വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മളത് ഓരോരോ എപ്പിസോഡ് അനുസരിച്ച് നമ്മൾ കൊടുത്തോണ്ടിരുന്നാൽ മതി, ഹൈഡ്രേറ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് നമുക്ക് ഡയറി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വയറിന് എന്തെങ്കിലും ഒരു അസുഖം, ഇപ്പം അഡൽട്സിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വയറിന് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മൾ തൈര് കഴിക്കണമെന്ന് പറയും. അതെ അല്ലെ? തൈര് കഴിക്കുന്നത് കൊണ്ട് ഈ കുട്ടികൾ, ഇപ്പൊ കഫക്കെട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അത് നെഗറ്റീവ് ഇഫക്ട് ഉണ്ടാകത്തില്ല? അതാണ് ചോദിക്കുന്നത്. ഈ നമ്മളിപ്പോ കോൾഡ് കഫിലൊക്കെ നമ്മൾ തണുത്ത തൈര് നമ്മൾ കൂടുതലും അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് അതൊരു മിൽക്ക് പ്രൊഡക്റ്റ് ആണ്. ചിലപ്പം കഫിന് ഫ്ലെം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളത് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ ഡയറിയയുടെ കേസിൽ എടുക്കുവാണെങ്കിൽ കേർഡ് ഒരു പ്രോബയോട്ടിക്കും കൂടി ഉള്ള രീതിയിലാണ്. അത് ആക്ച്വലി ടമ്മിക്ക് ഓക്കെ ആണ്. അപ്പോൾ നമുക്കത് കൊടുക്കാം. അത് നമ്മൾ ഈവൻ നമ്മുടെ ഒരു ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ്, ഞാൻ ആ തെറപ്പി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഡിസ്കസ് ചെയ്യാം. ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിൽ നമുക്ക് മോരും വെള്ളം ഒരു പാർട്ട് ഓഫ് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. തൈര്, കേർഡ്, മോരും വെള്ളമായിട്ടൊക്കെ നമുക്ക് ഹൈഡ്രേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഈ ഒരു കുഴപ്പമില്ല. ഓക്കെ, അത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിട്ടാണ് ചോദിക്കുന്നത്.
നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് പ്രോബയോട്ടിക് ഡ്രിങ്ക് ഇതായിട്ട് കിട്ടും. യെസ്, അത് നല്ലതാണോ? അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത്? ഡെയിലി ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ഈ ഇൽനെസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചില ആന്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ നമുക്കത് ഗട്ടിനെ എഫക്ട് ചെയ്യാം. അപ്പോൾ ആ കൂടെ നമ്മൾ ഒരു ആന്റിബയോട്ടിക്കിന്റെ കൂടെ ഒരു പ്രോബയോട്ടിക് യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. താങ്ക് യു. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ലക്ഷണങ്ങൾ. അപ്പം നമ്മൾ അതിൻ്റെ ഫീവർ, വോമിറ്റിംഗ് നമ്മൾ പറഞ്ഞു. അപ്പോൾ വോമിറ്റിംഗ് യൂഷ്വലി ചിലപ്പോൾ വോമിറ്റിംഗ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്, പിന്നെ ഫോളോഡ് ബൈ ഡയറിയ. അപ്പം നമുക്ക് ചില സൈൻസ് ഉണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഡയറിയ വരുമ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ വരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ്റെ കുറച്ച് നമുക്ക് സൈൻസ് ഉണ്ട് നമ്മൾ കുട്ടികളിൽ അസസ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഹെഡ് ടു ടൂ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഐസ്, കുട്ടികളുടെ ഐസ് ശ്രദ്ധിക്കുമ്പോൾ അത് സങ്കൺ ആയിട്ടിരിക്കും, എന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ ഉള്ളിലോട്ട് ഇരിക്കും. അപ്പോൾ ആ ഒരു അപ്പിയറൻസ് തന്നെ നമുക്ക് സങ്കൺ ഐസ് ഒരു ഡീഹൈഡ്രേഷൻ്റെ ഒരു ഫീച്ചറാണ്. രണ്ടാമത്, ടിയേഴ്സ് കുറവായിരിക്കും. അപ്പോൾ അത് അത്രയും ബോഡിയിൽ ഡീഹൈഡ്രേഷൻ വരിക എന്ന് വെച്ചാൽ ബോഡിയിലുള്ള വാട്ടർ, ജലാംശം പോവാന്നുള്ളതാണല്ലോ. അപ്പോൾ അത് നമ്മുടെ ടിയേഴ്സിനെ കുറയ്ക്കും. തേഴ്സ്റ്റ് ചിലപ്പോൾ കുട്ടികൾക്ക് കൂടുതലായിരിക്കും. അവർ ഫീഡ് ചെയ്യാനുള്ള റെഫ്യൂസൽ കാണിക്കും. നമ്മുടെ ലിപ്സ്, ഓറൽ ക്യാവിറ്റി, മ്യൂക്കസ് മെമ്പറൈനൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയിട്ടായിരിക്കും. പിന്നെ കുഞ്ഞു കുട്ടികളെ ഒരു 1 ഇയറിൽ താഴെയുള്ള അവർക്ക് ഒരു ആൻറ്റീരിയർ ഫോണ്ടോണയിലുണ്ട് നമുക്ക് ഈ ഭാഗത്ത്. അപ്പോൾ അതും സങ്കണമായിരിക്കും. അതും നമ്മുടെ ഒരു 1 ഇയറിൽ താഴെ ഒന്ന് അസസ് ചെയ്യുന്ന ഒരു സൈൻ കൂടിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ സ്കിന്നിനെ ഒന്ന് പിഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ആ പിഞ്ച് പുറകോട്ട് പോകുന്നത്. അതും ഡീഹൈഡ്രേഷൻ്റെ ഒരു ഫീച്ചറാണ്. യൂറിൻ ഔട്ട്പുട്ട് കുറവായിരിക്കും. നമ്മൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് ഹാർട്ട് റേറ്റ് ഡയറി ഉള്ളപ്പം ഹാർട്ട് റേറ്റ് കുറച്ച് കൂടുതലായിട്ട് കിട്ടും. അതിന് നമ്മൾ ടാക്കിക്കാർഡിയ എന്നാണ് പറയുക. അതിൻ്റെ കൂടെ തന്നെ BP കുറവായിരിക്കും, ഹൈപ്പോ ടെൻഷൻ. ഇതെല്ലാം കുറച്ച് നമുക്ക് അലേർട്ട് ചെയ്യുന്ന സൈൻസ്, ക്ലിനിക്കൽ സൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിർജ്ജലീകരണം പറഞ്ഞപ്പോൾ സാധാരണ ഇത്തരം വയറിളക്കം വരുമ്പോഴും കുട്ടികളല്ല എല്ലാവർക്കും ആണെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യുന്നത് കഞ്ഞിവെള്ളം കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ കരിക്കിൻ വെള്ളം, അതെ, ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നിർജ്ജലീകരണം കുറക്കാൻ വേണ്ടി സാധിക്കുമോ? ശരി, പറ്റും, എന്തായാലും പറ്റും. അത് ഹോം ബേസ്ഡ് ഫ്ലൂയിഡ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പം നേരത്തെ കോളർ ചോദിച്ച പോലെ തന്നെ നമുക്ക് തൈരും വെള്ളം, അത് മോരും വെള്ളമൊക്കെ ആയിട്ട് കൊടുക്കാം. അങ്ങനെ ഹോം ബേസ്ഡ് ആയിട്ടുള്ള തെറപ്പിയിൽ വരുന്നതാണ് ഒന്ന് കഞ്ഞി, പിന്നെ നമ്മുടെ പ്ലെയിൻ വാട്ടറിൽ വേറെ ഒന്നും ഇല്ല, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ കരിക്കും വെള്ളത്തിൽ നല്ലോണം ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ലൈക്ക് പൊട്ടാഷ്യം ഒക്കെ കൂടുതൽ, അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പൊക്കോളും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മോരും വെള്ളം കൊടുക്കാം, ലസ്സി കൊടുക്കാം, നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ ഒരു ഹോം ബേസ്ഡ് തെറപ്പിയിൽ വരും. നമ്മൾ കൊടുക്കാൻ പാടാത്തത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, നമ്മൾ പെപ്സി, കോള, അതെ, അത് കൊടുക്കരുത്. നമ്മൾ ക്യാൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസ് അതും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് ഫ്രൂട്ട്സ് കൊടുക്കാൻ കുഴപ്പമില്ല, പക്ഷേ ക്യാൻഡ് ആയിട്ടുള്ളത് ഷുഗർ, ഈവൻ ഗ്ലൂക്കോസ്, നമ്മളിപ്പം നമ്മുടെ ഗ്ലൂക്കോസ് അതിലും ആ പ്രിപ്പറേഷൻ കറക്റ്റ് അല്ല. ഓരോ ORSലുള്ള വേണ്ടതായുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉള്ള പോലെ അത് ഗ്ലൂക്കോസിലോ മറ്റേതിലൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ORS തന്നെയാണ്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രിപ്പയർ ചെയ്യുന്ന ഇപ്പോൾ ചെറിയ പാക്കറ്റ്സ് 200 ml അവൈലബിൾ ആണ്, 1 ലിറ്ററിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഓരോരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 200 ml നമുക്ക് കുറച്ച് ടൈമിൽ തന്നെ ഫിനിഷ് ചെയ്യാം. 1 ലിറ്റർ എപ്പോഴും നമ്മളതൊരു 24 hours ഉള്ളിൽ തന്നെ അത് ഫിനിഷ് ചെയ്യാൻ നോക്കണം. യെസ്. അപ്പോൾ ഈ കുട്ടികൾ വയറിളക്കത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഈ രോഗം നിർണ്ണയിക്കുന്ന ടൈം? നമ്മുടെ വാർണിംഗ് സൈൻസ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഡോക്ടർ അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടതുള്ളത്? അപ്പോൾ നമ്മുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. നമുക്കൊരു അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്കിൻ്റെ AAP ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റും ഈ ഡീഹൈഡ്രേഷനെ ഞാൻ പറഞ്ഞ പോലെ സൈൻസും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ AAP പറയുന്നത് ഒന്ന് ഡയറിയ വിത്ത് നോ ഡീഹൈഡ്രേഷൻ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊന്നും ഇല്ല, നല്ല ബേബിയോ ചൈൽഡോ ആക്റ്റീവാണ്, അവർ ഓറലി എടുക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, ഡയറി ഉണ്ട്, പക്ഷെ അവർ ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റി ഓക്കെയാണ്, യൂറിൻ ഔട്ട്പുട്ടൊക്കെ നോർമലാണെങ്കിൽ ഇതൊരു ഹോം ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കതിൽ ഹോം ഡയറ്റ് കൊടുക്കാം, നോർമൽ ഡയറ്റ് തന്നെ കൊടുക്കാം, അതിൻ്റെ കൂടെ തന്നെ ORS ആയിട്ട് സപ്ലിമെൻറ്റ് ചെയ്യാം. ഈവൻ ഹോം ബേസ്ഡ് ഫ്ലൂയിഡ്സും നമുക്ക് അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യും. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സം ഡീഹൈഡ്രേഷൻ, ഡയറിയ വിത്ത് സം ഡീഹൈഡ്രേഷനിൽ ഈ ഫീച്ചേഴ്സ് ഉണ്ടാവാം. ബട്ട് ആ സമയത്ത് ഡെഫിനറ്റ്ലി നമ്മളൊരു മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യണം, ഒരാളെ കൺസൾട്ട് ചെയ്യണം. പക്ഷെ ആ സമയത്ത് നമുക്ക് IV ഫ്ലൂയിഡ്സ്, അഡ്മിഷൻ്റെയോ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യം എപ്പോഴും വരണം എന്നില്ല. അപ്പോൾ നമ്മൾ അവരെ കാണിച്ചിട്ട് അവരതിൻ്റെ എല്ലാ സയൻസും അസസ് ചെയ്ത് കഴിയുമ്പം
നമുക്ക് ഈ ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ORS വിത്ത് നോർമൽ ഡയറ്റും ഫോളോ ചെയ്യാവുന്നതാണ്. ബട്ട് ഈ വാർണിംഗ് സൈൻസ്, ഈ ഡേഞ്ചർ സൈൻസ് നമ്മളൊന്ന് കോഷ്യസ് ആയിട്ട്, എന്തൊക്കെയാണ് ഡേഞ്ചർ സൈൻസ് എന്നുള്ളത് ഞാൻ സിവിയർ ഡീഹൈഡ്രേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അടുത്തത് ഡയറിയ വിത്ത് സിവിയർ ഡീഹൈഡ്രേഷനിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ സൈൻസ് ഉണ്ടെങ്കിൽ, ലൈക്ക് ആ സങ്കൺ ഐസ് അല്ലെങ്കിൽ ആ ഔട്ട്പുട്ട് കുറവാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ഇൻ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം. കാരണം IV ഫ്ലൂയിഡ്സ് വേണം അത് റെപ്ലനിഷ് ചെയ്യാനായിട്ടുള്ള. അത്രയും ഡീഹൈഡ്രേഷൻ ലോസിനെ കറക്റ്റ് ചെയ്യാൻ നമ്മളൊരു per ml per kg നമ്മുടെ ഏജും വെയിറ്റും അനുസരിച്ചാണ് ആ ഫ്ലൂയിഡിൻ്റെ കറക്ഷൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ലാബ് ടെസ്റ്റുകളും കൂടി എടുക്കും. അപ്പം നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകളിൽ CBC CRP, അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് അറിയാൻ പറ്റും. സ്റ്റൂൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ സ്റ്റൂൾ ടെസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റുന്ന കാരണങ്ങൾ, ഇപ്പോൾ വൈറസസ് ഞാൻ പറഞ്ഞ പോലെ റോട്ട വൈറസ്, അഡിനോ വൈറസ് ഒക്കെ നമുക്ക് സ്റ്റൂളിൽ ടെസ്റ്റ് ചെയ്യാം. അതേപോലെ അമീബ, ആ ഓർഗാനിസംസ് ഒക്കെ നമ്മൾ സ്റ്റൂൾ റുട്ടീനിലും കൾച്ചേഴ്സിലും, കൾച്ചർ കുറച്ചും കൂടി ടൈം എടുക്കും, ഒരു 2-3 ഡേയ്സ് എടുക്കും, പക്ഷേ എന്നാലും നമുക്ക് ആ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രോലൈറ്റ്സ്, സിറം ഇലക്ട്രോലൈറ്റ്സിൽ സോഡിയം പൊട്ടാഷ്യം ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ആ കാര്യങ്ങൾ, യൂറിയ, ക്രിയാറ്റിൻ, കിഡ്നി ഫങ്ഷൻസ് അറിയാൻ, ലിവർ ഫങ്ഷൻസ് അറിയാൻ, ഈ ബേസിക് ആയിട്ടുള്ള ലാബ് ടെസ്റ്റുകളും കൂടി നമ്മൾ എടുക്കും. നമ്മുടെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഡയറിയ മോർ ദാൻ 3 days ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ അതൊരു വാർണിംഗ് സൈനായിട്ട് എടുക്കണം. അതേപോലെ ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ടും നല്ല അമൗണ്ട്സിൽ സ്റ്റൂൾസ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ അതും നമുക്ക് ഡെഫിനറ്റായിട്ട് സെക്കൻഡ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ബ്ലഡ് ഇൻ സ്റ്റൂൾ എപ്പോഴും ഒരു അലാമിംഗ് ആണ്, ഡിസെൻട്രി. അപ്പോൾ അതും നമ്മൾ ഡെഫിനറ്റായിട്ടും അത് കാണിച്ചിട്ട് അതിൻ്റെ വേണ്ടതായ ട്രീറ്റ്മെൻറ്റ്, ഇപ്പം അഥവാ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആൻറ്റിബയോട്ടിക് തെറപ്പി നമുക്ക് അവിടെ വേണ്ടി വരും. അതുപോരാതെ യൂറിൻ ഔട്ട്പുട്ട് കുറവാണ്, ചൈൽഡ് ഭയങ്കര ലെഥാർജിക്കാണ്, ടയേർഡാണ്, ഫെറ്റീഗ്ഡ് ആണ്, അത്രയും നമ്മുടെ ബോഡിയിൽ നിന്ന് എല്ലാ വാട്ടറിൻ്റെ ഇത് അംശം പോയി കഴിയുമ്പോൾ അവരങ്ങ് ഫുൾ ടയേർഡാണ്, ഫെറ്റീഗ്ഡ് ആണ്. അപ്പോൾ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് മീനാക്ഷി എന്നാണ്. യെസ്, ഹലോ. സംസാരിച്ചോളൂ ഡോക്ടറോട്. ആക്ച്വലി എനിക്കിതിന്റെ ഒരു സിംറ്റംസിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ. അതായത് എന്റെ മോന് ഇതേപോലെ നൈറ്റ് ടൈമിലാണ് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ, അതായത് കുറച്ച് ലേറ്റ് ആയിട്ട് കഴിക്കുമ്പോഴോ, ചിലപ്പോ ഈ ചിക്കൻ ഒക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ ഗ്രിൽ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിക്കുമ്പോഴോ വയറുവേദന ഉണ്ടാകും എപ്പോഴും പറയാറുണ്ട്. ഗ്യാസ് കയറുന്നത് പോലെ വയറുവേദന. അപ്പൊ ഇതേപോലെ ചില സമയത്ത് ഡയറിയ പോലെ പോകും, ചില സമയത്ത് ഛർദ്ദിക്കാറുണ്ട്. അതൊക്കെ ഇതിന്റെ സിംറ്റംസ് ആയിരിക്കും. യൂഷ്വലി അത് ആ ഫുഡ് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് അവർക്ക് സൂട്ട് ചെയ്യാത്തതിൻ്റെ ആയിരിക്കും ആ സിംറ്റംസ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ക്രാമ്പി പെയിൻ വന്നിട്ടായിരിക്കും ചിലപ്പോൾ കുട്ടികളൊന്നുമില്ലെങ്കിൽ വോമിറ്റ് ചെയ്യും, അവർക്കൊരു അത് കഴിഞ്ഞിട്ട് അവർ സ്റ്റൂള് ലൂസായിട്ട് പാസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ്ലി അത് ഒരുപാട് സിവിയർ ആയിട്ട് പോകുമ്പോഴാണ് നമ്മൾ അതിനെ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, അക്യൂട്ട് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് കൊളൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ക്രാമ്പി പെയിൻ അത് അതിൻ്റെ ഒരു ചിലപ്പോൾ ഡയറിയ വരുന്നതിന് മുന്നേ ഉള്ള ഒരു സൈൻ ആയിരിക്കും, അബ്ഡമിനൽ ക്രാംസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ഒഴിവാക്കണോ അതോ എന്തെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണോ? നമ്മൾ പ്രോബയോട്ടിക് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ. അത് എപ്പോഴും അതൊരു ഗുഡ് ബാക്ടീരിയ ആണ്, അപ്പം നമ്മുടെ ടമ്മിക്ക് എപ്പോഴും അത് നല്ലോണം സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഇത് കുറച്ച് റെഡ്യൂസ് ചെയ്യോ, അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ഇതിപ്പോൾ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നത് ആ ഇൻ്റർവെൽസ് ഒന്ന് കുറച്ചും കൂടി ഒന്ന് കൂട്ടുക. എന്നുവെച്ചാൽ ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാം. നാച്ചുറൽ ആയിട്ട് നമുക്ക് കേർഡ് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ഇതൊരു ലൈവ് ഓർഗാനിസംസ് ആണല്ലോ ഈ പ്രോബയോട്ടിക്. അപ്പൊ അത് നമുക്ക് അവൈലബിൾ ആയിട്ട് മെഡിക്കൽ സ്റ്റോഴ്സിൽ നമുക്ക് ഓവർ ദ കൗണ്ടർ കിട്ടുന്ന ഒരു ഇതും കൂടിയാണ്. എപ്പോഴും അത് അങ്ങനെയുണ്ട്. അത് ഡോസേജിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് അഡൾട്ടും പീഡിയാട്രിക്കിലും രണ്ടിലും അവൈലബിൾ ആണ്. ബ്രാൻഡ്സ് നമ്മൾ വൺസ് ഡെയിലി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഒരു 3 to 5 days സപ്പോർട്ട്, യൂഷ്വലി 5 days ആണ് നമ്മൾ പറയാറ്. അപ്പൊ അത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ആ ടമ്മിക്ക് ഒരു നല്ല ഇത് കിട്ടും, ഗട്ടിനൊരു ഇത് കിട്ടും, സപ്പോർട്ടായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ നമ്മൾ സീക്ക് ചെയ്യേണ്ട, മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ട, ഫീവറോ ബ്ലഡ് ഇൻ സ്റ്റൂൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. യൂറിൻ ഔട്ട്പുട്ട് കുറവാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു വാർണിംഗ് സൈൻസ് എപ്പോഴും നമ്മളെ ഒന്ന് അലാമിംഗ് ആയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിൽ പോലും ഇത്തരം അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും വയറിളക്കം വരുമ്പോൾ നാരുള്ള ഭക്ഷണങ്ങൾ കൊടുത്താൽ ഇതിന് കുറച്ച് ഫൈബർ അങ്ങനെയുള്ളത് അത് ശരിക്കുള്ളതാണ്. അത് ആക്ച്വലി ഫൈബർ കുറച്ചും കൂടി ഡയറിയ കൂട്ടാനാണ് ചാൻസ് കൂടുതൽ. നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ആണല്ലോ, മീൻസ് മലബന്ധത്തിനാണല്ലോ ഫൈബർ കണ്ടന്റ് കൂട്ടാൻ പറയാം. അപ്പോൾ ഒരു ഡയറിയ ഉള്ളപ്പം കുറച്ചും കൂടി ഫൈബർ കണ്ടന്റ് കൂടുമ്പോൾ അവിടെ വീണ്ടും അത് അഗ്രവേറ്റ് ചെയ്യാം. ഇങ്ങനെ കുറെ നമ്മുടെ നാട്ടിൻപുറ ചിന്തകളൊക്കെ ഉണ്ടല്ലോ അല്ലെ, കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ. പക്ഷെ അതല്ല, ശരിക്കും കുറെ കാര്യങ്ങളൊക്കെ അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് ആ രീതിയിലല്ല. പിന്നെ ചിലവർക്ക് അത് നാട്ടില് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി അത് ഫോളോ ചെയ്ത് അവർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്ത് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിപ്പോ എന്തൊക്കെ പ്രതിരോധ നടപടികൾ എടുക്കണം? ഇപ്പോ നമുക്ക് പ്രിക്കോഷൻസ്, നമ്മൾ ഇതിലെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഫുഡ് ആൻഡ് വാട്ടർ കണ്ടാമിനേഷൻ ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഹൈജീൻ, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, ഹാൻഡ് വാഷിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇപ്പം സ്റ്റൂളൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യും, നമ്മൾ കെയർ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോരോ തവണ ഹാൻഡ് വാഷിംഗ് പ്രാക്ടീസസ് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയൺമെൻറ്റിൻ്റെ ആയിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഹൈജീനും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കുട്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റൂളൊക്കെ നമ്മൾ പാസ് ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഈവൻ ആ സ്റ്റൂളിനെ പോലും നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ. ഇപ്പോൾ ഡൈപ്പേഴ്സൊക്കെ ചിലപ്പോൾ നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ പല തവണയും ഇങ്ങനെ ലൂസ് സ്റ്റൂൾ ഉണ്ടാവുമ്പം പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ഏരിയയിൽ, ആ പെരിനിയൽ ഏരിയയിൽ റെഡ്നെസ്സും അതിൻ്റെതായ ഒരു റാഷസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ആ പെരിനിയൽ ഏരിയനെ ഡ്രൈ ആയിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഡയപ്പർ റാഷസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഡയപ്പർ റാഷ് ക്രീംസ് ഉണ്ട്, അത് നമുക്ക് അവിടെ യൂസ് ചെയ്തിട്ട് അതൊന്ന് ചെയ്യാം. അപ്പോൾ ഡയറിയയുടെ എപ്പിസോഡ്സ് കുറയുമ്പം ആ ഏരിയയും കുറച്ചും കൂടി ക്ലീൻ ആവും. അതല്ലാതെ നമ്മൾ വാട്ടർ ഈ അലാമിങ് സൈൻസ് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യണം. വാട്ടർ ആ കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പം വാക്സിനേഷൻസ്, നമുക്ക് വാക്സിനേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് ഓൾറെഡി നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നമ്മുടെ ഇവിടുത്തെ UAE വാക്സിനേഷനിൽ റോട്ട വൈറസ് വാക്സിനേഷൻ നമ്മൾ ഓൾറെഡി നമ്മുടെ ഷെഡ്യൂളിൽ 2, 4, 6 മന്ത്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ സെക്കൻഡ് മന്തിലും 4th മന്തിലുമാണ് നമ്മളത് കൊടുക്കുന്നത്. അതൊരു ഓറലായിട്ട് കൊടുക്കുന്ന ഒരു വാക്സിനും കൂടിയാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു കുട്ടികളിൽ വരുന്ന വയറിളക്കത്തിന്റെ തുടക്കം മുതൽ എന്തൊക്കെ പ്രതിരോധ നടപടികൾ എടുക്കാം എന്നതുവരെ നമ്മളിവിടെ ചർച്ചയാക്കുന്നുണ്ട്. കാരണം ഒരുപാട് പ്രേക്ഷകർ ചിലപ്പോൾ ഇത് വിളിക്കാതെ കാണുകയായിരിക്കും, ഇതിപ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ള ഒരു. പിന്നെ നമ്മുടെ ട്രീറ്റ്മെന്റിൽ 2-3 കാര്യങ്ങളും കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ഒന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ORS. അപ്പോൾ അത് നമ്മുടെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെന്റ് ഇൻ ഡയറിയ ആണ്. അതിന്റെ കൂടെ തന്നെ പ്രോബയോട്ടിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് നമ്മുടെ ഡയറിയയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ നമുക്ക് കുറച്ച് ആക്ച്വലി ഈ ഡയറിയ എന്ന് പറയുന്ന ഒരു സെൽഫ് ലിമിറ്റിംഗ് ഇൽനെസ് ആണ്. 90% ഓഫ് ദ കേസസിൽ അതിനെ നമുക്ക് സപ്പോർട്ടീവായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമുക്കത് മാറ്റാവുന്നതേ ഉള്ളൂ. അതിൽ ആൻറ്റിബയോട്ടിക് വേണ്ട സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞത് നമ്മൾ ബാക്ടീരിയലായിട്ട് പറഞ്ഞ കേസസിൽ മാത്രമേ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുള്ളൂ. അതല്ലാതെ നമുക്ക് സിങ്ക് എന്ന് പറഞ്ഞൊരു ഡ്രഗും കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഡയറിയയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. സിങ്കിൻ്റെ എന്താ അതിൻ്റെ റോളെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ സിങ്ക് അതിൻ്റെ ഇമ്മ്യൂൺ ഫങ്ഷനെ കുറച്ചും കൂടി റീസ്റ്റോർ ചെയ്യും. പിന്നെ ഡയറിയയുടെ ഫ്രീക്വൻസിനെയും കുറച്ചും കൂടി റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡയറിയയുടെ വേറൊരു ട്രീറ്റ്മെന്റിലും കൂടി വരുന്നതാണ് സിങ്ക്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് തവണ ലൂസ് സ്റ്റൂൾ, ഇപ്പോൾ സ്പെഷ്യലി റോട്ട വൈറസ് ഡെഫിനറ്റ് ആയിട്ടും മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഹോസ്പിറ്റലൈസേഷൻ റിക്വയർ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരിക്കലും കുട്ടികളുടെ ഡയറിയ സ്റ്റോപ്പ് ചെയ്യാനൊന്നുമില്ല, മെഡിക്കേഷൻസ് ഇല്ല. നമുക്കത് റെഡ്യൂസ് ചെയ്യാനും അതിൻ്റെ കൺസിസ്റ്റൻസിനെ ഗ്രാജ്വലി ഇംപ്രൂവ് ചെയ്യാനുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊന്ന് റെസിക്കോഡോട്ടൽ എന്ന് പറഞ്ഞൊരു ഡ്രഗും കൂടി വരുന്നുണ്ട്. അത് ആക്ച്വലി സാഷേസ് ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏജ് അനുസരിച്ചിട്ടും വെയിറ്റ് അനുസരിച്ചിട്ടുമാണ് അതിൻ്റെ ഡോസിങ് കൊടുക്കുന്നത്. അതും നമുക്ക് ഇതിൻ്റെ സപ്പോർട്ടീവായിട്ട് കൊടുക്കാം. അതല്ലാതെ നമ്മുടെ പേഴ്സണൽ ഹൈജീനും ഇതൊക്കെ. അപ്പോൾ കുട്ടികൾ യൂഷ്വലി പേരൻസ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അപ്പറ്റൈറ്റ് തീരെ കുഞ്ഞ് കഴിക്കുന്നില്ല, എസ്പെഷ്യലി ഹോസ്പിറ്റലൈസേഷൻ ആകുമ്പോഴും OP ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴും അവരുടെ അപ്പറ്റൈറ്റ്, അവരുടെ ഡയറ്റ് എപ്പോൾ നോർമലിലേക്ക് തിരിച്ചെത്തും എന്നുള്ളത്. അപ്പോൾ ഈ ഡയറിയയുടെ സിംറ്റംസിൽ ക്രാമ്പ് ഉണ്ടാവും, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും. ഈ ഓരോരോ തവണ ഡയറിയ പോകുമ്പോഴും ഒരു ചെറിയ ഒന്നുമില്ലെങ്കിൽ പെയിൻ വന്നിട്ട് ഡയറിയ പോകുമ്പോൾ ഒരു ക്രാമ്പിനെസ് എപ്പോഴും ഉണ്ടാവും.
അപ്പോൾ അത് അങ്ങനെ വരുമ്പം അവരുടെ ആ അപ്പറ്റൈറ്റും ഗ്രാജ്വലി എഫക്റ്റ് ആവും. വൺസ് ഇതെല്ലാം സെൽഫ് ലിമിറ്റിംഗ് ആയതുകൊണ്ട് ഇതെല്ലാം ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ച് ഡയറിയ ബെറ്റർ ആവുന്നതിനനുസരിച്ച് നമുക്കത് അപ്പറ്റൈറ്റും നോർമലിലേക്ക് റിട്ടേൺ ചെയ്യും. പക്ഷേ ഈ സിവിയർ ഡീഹൈഡ്രേഷനിൽ വോമിറ്റിംഗ് എപ്പോഴും കൂടുതലുണ്ടാവും. വോമിറ്റിംഗ്, ഡയറിയ, ഫീവർ. അപ്പോൾ നമ്മൾ വോമിറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുക, ഡയറിയനെ നമുക്ക് ബാക്കിയുള്ള സപ്പോർട്ട് വെച്ച് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഇന്ന് ഡോക്ടറുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരുപാട് അറിവുകളാണ് പറഞ്ഞു നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കൂടുതൽ അറിയാനും ഒക്കെ താല്പര്യം ഉണ്ടാവും എന്തായാലും. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇതിനേക്കാൾ ഡോക്ടറെ കണ്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാവുന്നതാണ്. ഓക്കെ, ഡോക്ടർ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പോൾ നമ്മൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു.